കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണ്. കിട്ടിയോ? ഇനിയൊരു കാര്യം ചെയ്യാൻ പോവാണ്. നിങ്ങൾ ദേഷ്യം തോന്നരുത്. പരസ്പരം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കരുത്. രണ്ടുപേര് മുഖത്തോട് മുഖം രണ്ടുപേര്. അതെന്നല്ലേ കരങ്ങൾ കൊടുക്കണം, കരം കൊടുക്കണം രണ്ടുപേരും തമ്മിൽ. ഓക്കെ, കിട്ടിയോ? എല്ലാവരും രണ്ടുപേര്. ഇനി മുഖത്ത് നോക്കാതെ കണ്ണിലേക്ക് നോക്കണം. എന്നിട്ട് ഈ വചനം ശക്തമായിട്ട് പറയാൻ പോവാം. വലിയൊരു ദൈവസ്വരം നടക്കും. നിങ്ങൾ വിശ്വസിക്കണോ? ഈശോയുടെ വചനമാണ്. ശക്തമായിട്ട് വളരെ ശക്തിയോടുകൂടി പറയാൻ പോവാണ്. കണ്ണിലേക്ക് നോക്കി ചേച്ചി, കണ്ണിലേക്ക് പരസ്പരം നോക്കിക്കൊണ്ട് പറയാം. യെശയ്യാ 54:17 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണ്. യേശുവേ സ്തുതി, യേശുവേ നന്ദി. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഒരു ധൈര്യം കിട്ടിയോ? ഈശോ പറഞ്ഞപ്പോൾ ഇതെന്താ? യോഹന്നാൻ 1:1. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതാരാ? ഈശോയ. അപ്പം ഇന്ന് നമ്മൾ മുറുകെ പിടിക്കാൻ പോകുന്ന ഈശോയ. റെഡിയല്ലേ? ഒന്ന് കണ്ണുകൾ അടയ്ക്കുക, കരങ്ങളിൽ യാചന രൂപത്തിൽ വിളിക്കുക. ഈ സമയം എൻ്റെ പൊന്നു തമ്പുരാൻ, ഈ നാളുവരെ എന്നെ കരം പിടിച്ച് നടത്തിയ നിമിഷങ്ങളേക്ക് ഓർക്കാം. ഈ സമയം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ഉള്ളിട്ടുള്ളിൽ ഈശ്വരിക്കുന്നത് പറയാം. പ്രിയപ്പെട്ടവർ, ഒരു 5-10 വർഷം പിന്നിലേക്ക് നിങ്ങൾക്ക് പോയി നോക്കി ആ ഒരു അവസ്ഥ. ഇപ്പോൾ ഞാൻ എവിടെയായിരിക്കുന്നോ അതെൻ്റെ പൊന്നു തമ്പുരാന്റെ ദയയാണ്, കർത്താവിൻ്റെ കരുതലാണ്, ആ കർത്താവിൻ്റെ കാരുണ്യമാണ്. ഒത്തിരി വേദനയും ദുഃഖത്തിലുമായിരുന്നപ്പോഴല്ല, ഒത്തിരി തകർച്ചകളിലൂടെ കടന്നുപോയപ്പോഴും അവിടെയെല്ലാം വന്ന് കരം പിടിച്ചുയർത്തി ഇവിടെ വരെ എന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ പൊന്നു തമ്പുരാന് ഇനിയും എന്നെ വഴി നടത്താൻ സാധിക്കും. ആ കർത്താവിന് നന്ദി പറയാം. ഈ സമയം ഉള്ളിനുള്ളിൽ നന്ദി മാത്രമായിരിക്കും. നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. ഈശോയുടെ മക്കളാണ്, ഈശോയുടെ പൊന്നോമന മകളാണ് നീ, പൊന്നോമന മകനാണ് നീ. ആ ഒരു ബോധ്യത്തിലേക്ക് കണ്ടുവരാം. യോഹന്നാൻ 1:12 വചനം പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവർ കഴിവ് നൽകി. 1 യോഹന്നാൻ 3:1 വചനം പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കൾ വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മകനാണ് മക്കളാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആ പൊന്നു തമ്പുരാനോട് കർത്താവിന്റെ മുൻകാലത്ത് ഈശോ പറഞ്ഞു, ഈശോയെ നന്ദി തമ്പുരാനെ, അപ്പ നന്ദി പറയും. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവരെ കരങ്ങളോട് ഉയർത്തി തമ്പുരാന്റെ മുമ്പിലേക്ക്. ഈ കരങ്ങൾ ഉയർത്താൻ ശക്തി തന്നവന്റെ മുമ്പിലാണ്. ഇതുപോലെ നിനക്ക് നിവർന്നു നിൽക്കുവാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കർത്താവ് തന്ന ആരോഗ്യമാണ്. ഈശോയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് ഇരു കരങ്ങളും ആ ഒന്നോടത്തോളം മാക്സിമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോട് പറയണം, ഈശോയെ നന്ദി കൊള്ളുന്നവരാണ്. അതിലെന്നോർന്ന് പറ, ഉള്ളിനുള്ളിലുള്ള ഈശോയെ നന്ദി. കർത്താവെ ഞാൻ സ്തുതിക്കുന്നു ഈശോയെ, ഒരു നന്ദി പറയുന്നു ഈശോയെ. കർത്താവെ ഇതുപോലെ സ്നേഹിക്കുവാൻ, ഇതുപോലെ കരുതുവാൻ കർത്താവ് എനിക്കൊരു യോഗ്യതയെ എന്നിട്ടും
Amen.
പ്രിയപ്പെട്ടവരെ, സന്തോഷമാണോ? ഹാപ്പിയാണോ? സന്തോഷത്തോടെ ഇരിക്കുന്നത് വളരെ ഫ്രീ ആയിട്ടോ. ഈശോ നമ്മുടെ കൂടെയുണ്ടല്ലേ? ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? വചനം പറയുന്നത് യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, സംരക്ഷിക്കേണ്ട, ഞാനാണ് ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എന്റെ വിജയകരമായ വലതുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അല്ലെ? സെഫന്യാ 3:17 ദൈവമായ കർത്താവ് വിജയകരമായ യോദ്ധാവിന്റെ മധ്യയുണ്ട്. ധൈര്യമുണ്ടോ? നമ്മളിനി ആകുലപ്പെടേണ്ട മനുഷ്യരല്ല, ഈശോയുടെ മക്കളാണ്. റെഡിയാണോ? സന്തോഷത്തോടെ ഈശോ നമുക്ക് കൂടിയുണ്ടോ? ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്, അല്ലെ? ഈശോയുടെ സ്നേഹം, ഈശോയുടെ കരുണ, ഈശോയുടെ ദയ, ഇത് മതി നമുക്ക്. വേറെ ഒന്നും വേണ്ട സന്തോഷിക്കാൻ. ബാക്കിയെല്ലാം ആരും മത്തായി 6:33 എന്താ പറയുന്നത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ കുറച്ച് സമയം, കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ഈശോയെ സ്തുതിച്ച് ആരാധിക്കാൻ പോകാം. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കണം. റെഡിയാണ്? നമ്മൾ ഇത് പറയണമെങ്കിൽ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഒരു തീരുമാനം, ഈശോയെ ഇനിയുള്ള കുറച്ച് സമയം, കുറച്ച് മണിക്കൂറുകൾ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഇതാ പൂർണ്ണമായിട്ടും ഞാൻ ആരും വിട്ടുതരുന്നു? ഈശോയ്ക്ക് വിട്ടുതരുന്നു. ഈശോയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുത്തുപയോഗിച്ചോ. നമ്മൾ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് റെഡിയാണോ? ഈശോയെ നമ്മൾ പാടി പാടി സ്തുതിച്ച് ആരാധിക്കാൻ പോവാം. വലിയ വിടുതലുണ്ടാവും, വലിയ വിടുതലുണ്ടാവും. വിശ്വസിക്കുന്നോ? നമ്മൾ പിടുത്തം വിടണം. നമ്മളിങ്ങനെ ശരീരവും മനസ്സും ആത്മാവും കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? നമ്മളെ ഒരുത്തർ കുറെ കെട്ടുകളൊക്കെ കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലേ അവിടേക്ക്. അതുകൊണ്ട് നമ്മൾ നിൽക്കണം. പെട്ടെന്ന് വിഷമം വരാം, സങ്കടപ്പെടാം, നിരാശപ്പെടാം, നമുക്ക് മറ്റുള്ളവരിൽ എന്താ പറയാ ഒരു ചമ്പലത്തോളം, പല പല സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പൊട്ടും, പിന്നെ നമ്മള് ഫ്രീ ആണ്. അപ്പം ആ ഒരു ബ്ലോക്ക് മാറും. എന്തൊരു അമ്പരാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരും. റെഡിയാണോ? ജീവിതത്തിൽ കെട്ടുകളറിയണോ? അകന്ന് കിടക്കുന്ന വാദങ്ങൾ തുറക്കണോ? വിട്ടുകൊടുത്താൽ മതി. അങ്ങനെ ചാകാതിരിക്കരുത്. ഇനി ഇരിക്കാന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ പോകാം. കുറച്ച് സമയം ഒന്നും കൂടി കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക്. ഈ സമയം ഉള്ളിൽ കൊണ്ടുവരേണ്ട പോലെ വരുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ മുമ്പിൽ ഇരുകരങ്ങളും ധരിച്ച് എൻ്റെ ഈശോ ഒത്തിരി വാത്സല്യത്തോടെ തമ്പുരാൻ ആ കർത്താവിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകാം. ആ ഈശോ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ചാരയുണ്ട്. ഈശോ പറയുന്നു, യെശയ്യാ 43:1-3 വചനം പറയുന്നു, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കി കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പുകഞ്ഞേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ ദൈവവുമാണ്. യെശയ്യാ 43:4 പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. You are precious in my sight. Adonai, I love you. ഒത്തിരി സ്നേഹത്തോടെ നിന്നെ കരുത്തുന്ന ഒരു ഈശോ, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു പൊരുത്തത്തോടെ ആ കർത്താവിനോട് പറ. ഏതെല്ലാം പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും തമ്പുരാൻ
തമ്പുരാനെ അങ്ങനെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, അങ്ങിലാണ് എന്റെ പ്രത്യാശ. തമ്പുരാനെ, അങ്ങാണ് എന്റെ ആശ്രയം. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. എല്ലാവരും ഏറ്റുപറ, ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറ, ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഈശോയുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സമയം. ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ എല്ലാം ഈ സമയം ഈശോയിലേക്ക് കൊടുത്തുകൊണ്ട് പറ, ഈശോയെ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. നീ എനിക്ക് മതിയായവനാണ്. ഈശോയെ, അങ്ങനെക്ക് മതിയായവനാണ്. ഏറ്റുപറയുന്നതിനുള്ളിൽ അതിലൊന്ന് പറഞ്ഞോ, എന്റെ ഈശോ എനിക്ക് മതിയായവനാണ്. You are sufficient for me. You are enough for me. ഈശോയെ, എനിക്ക് മതി, നീ മതി കർത്താവേ. കർത്താവേ, നീ മതി. ഇതുപോലെ കരുതുന്നവർ, ഇതുപോലെ നിന്നെ ഉള്ള കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു ഈശ്വരനെ കൊണ്ടെങ്കിൽ നീ എന്തിന് ആകുലപ്പെടണം? നീ എന്തിന് ഭയപ്പെടണം? കർത്താവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചു താഴ്മയോടെയായിരിക്കും ഈ സമയം. 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിന്റെ മുമ്പിൽ എളിമയോടുകൂടി ആയിരിക്കുക. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കുകയും അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ആകുലതകളെല്ലാം അവിടെ ഏൽപ്പിക്കുകയും അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശു 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 സ്തുതിക്കുന്ന സമയം, നിന്റെ വേദനകൾ ഈശോയോട് സ്തുതിക്കുന്ന സമയം, കർത്താവ് ഈ സമയം നിന്റെ ജീവിതത്തിലേക്ക് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഈശോയോട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഈശോയെ, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. Hallelujah.
ഇതുപോലെ എന്നെ സ്നേഹിച്ച് ഇതുപോലെ എന്നെ പരിപാലിച്ച് കൊണ്ട് നടന്നിട്ടും തമ്പുരാനെ ഞാൻ നിന്റെ മുമ്പിൽ മറുതരിച്ചു. കർത്താവേ, നിന്നിൽ ഞാൻ ഒത്തിരി അകന്നു പോയിട്ടുണ്ട്. കർത്താവേ, യേശുവേ, ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു കേൾക്കട്ടവരെ. കർത്താവിന്റെ മുമ്പിൽ ഒത്തിരി അനുതാപത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധനായവന്റെ മുമ്പിൽ ഈശോയോട് പറയാ, ഒത്തിരി തെറ്റുകൾ പറ്റിയിട്ടുണ്ട് തമ്പുരാനേക്ക്. കർത്താവേ, എന്നോട് കരുണ തോന്നണം ഈശോയെ, കരുണയായിരിക്കും തമ്പുരാനെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ടും ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, എന്റെ മേല്, എന്റെ കുടുംബത്തിന്റെ മേല്, എന്റെ ജീവിത സാഹചര്യങ്ങളുടെ മേല് കരുണയായിരിക്കണം ഈശോയെ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ കരുണ സമയം പറയും. കർത്താവിന്റെ കരുണയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കും. ഈശോ ആ കരുണയിലേക്ക്, കരുണക്കടലിൽ ഈശോ നമ്മളോ ആ കരുണക്കടലിലെ നമുക്ക് രക്ഷയുള്ള പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കരുണയിലെ നമുക്ക് രക്ഷയുള്ളൂ. കരുണ ഈ സമയം ഒത്തിരി തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാകാം, ഒത്തിരി പാപാവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അതൊന്നും മാനിക്കാതെ നിന്റെ മാറോട് ചേർത്ത് പിടിക്കുവാൻ കൊതിക്കുന്ന ഒരു പൊന്നു തമ്പുരാന്റെ മുന്നിലാണ് എന്നുള്ള ബോധത്തോടെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൂർത്തുമുത്ത് തന്റെ പിതാവിന്റെ അരികിലേക്ക് മടങ്ങുന്ന പോലെ ഒത്തിരി അനുതാപത്തോടെ ഈശോയുടെ അരികിലേക്ക് കടന്നവരാം. ഈ സമയം നിന്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാകാം, കർത്താവേ, ഞാൻ നിന്റെ മുമ്പിൽ വരാൻ യോഗ്യനല്ല, ഞാൻ ഒത്തിരി പാപിയാണ്. കർത്താവ് ഈ സമയത്ത് എന്നോട് പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. You are precious. You are precious in my sight. You are precious. You are precious. നീ കർത്താവിന്റെ പൊന്നോമന മകനാണ്, പൊന്നോമന മകളാണ്. നീ വിശ്വസിച്ചാൽ മാത്രം മതി. നിന്റെ എല്ലാ കുറവുകളും ഏറ്റെടുക്കുവാൻ തയ്യാറായി ഇതാ കരങ്ങളിൽ വെച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ എല്ലാം സമർപ്പിക്കും. ഈശോയ്ക്ക് നീ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും, ഒത്തിരി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും, ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നീ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം നീ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു പ്രാർത്ഥിക്കും. യെശയ്യാ 59:1-3 വചനം പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ ഹൃദയങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഈ സമയം നമ്മുടെ എല്ലാ കൃത്യങ്ങളും, എല്ലാ കുറവുകളും, എല്ലാ പാപാവസ്ഥകളും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കും. ഈ സമയം ആനപ്പാടുള്ള കരം നീട്ടി നിന്റെ കർത്താവ് തൊടും. ആ കർത്താവിന്റെ മാറിലെ ചേർന്ന് കിടക്കുവാൻ നിനക്ക് ഈ സമയം സാധിക്കും. തമ്പുരാന്റെ കരുണ ഈ സമയം നിറയുന്ന ദേവാലയത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളിലേക്കും ഈശോയുടെ കരുണ ഒഴുകുന്ന സമയമാണ്. നീ വിശ്വസിച്ചാൽ മാത്രം മതി. നീ വിശ്വസിക്കണം. ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനെ ഇന്ന് ഏറ്റെടുക്കണം. കർത്താവിന്റെ ആണിപ്പാടുള്ള കരം നീട്ടി നിന്റെ തൊഴിൽ ഈ സമയം, കർത്താവിന്റെ തിരുരക്തത്താലിന്റെ കഴിവ് ഈ സമയം, തമ്പുരാന്റെ തിരുരക്തം ഈ സമയം നിന്റെ മേൽ ഒഴുകും, 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 ഒഴുകും. ഒരേ ഒരു പ്രാർത്ഥന മാത്രം, ഈശോയെ, കരുണയായിട്ട് തമ്പുരാൻ, കരുണാമയനായ തമ്പുരാനെ, എൻ്റെ പേര്, എൻ്റെ കുടുംബത്തിൻ്റെ പേര് കരുണയായിരിക്കണമേ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ആക്രോശിതമായ ഈശോയെ മനസ്സിൽ കാണുക. അവന്റെ
പൂർണ്ണമായിട്ട് മടക്കി. ഈശോയുടെ വലിയൊരു സാന്നിധ്യം ഈ ദേവാലയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സമയം പൂർണ്ണമായിട്ടും വിശ്വസിക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എൻ്റെ പൊന്നു തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോയോട് ഈശോയെ, നീ എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം നീ കാണുന്നുണ്ട്. പൊന്നു തമ്പുരാനെ, കർത്താവേ, നീ എൻ്റെ വേദന നീ അറിയുന്നുണ്ട്. ഈശോയെ, ഒരാളോട് പോലും പങ്കുവയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ദുഃഖത്തോടെ ആയിരിക്കുന്ന സാഹചര്യമായിരിക്കാം എൻ്റെ. മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരിക്കാം. പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ചാരയുണ്ട്, ഇവിടെയുണ്ട്. ഈശോയുടെ മുന്നിലേക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നിന്റെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ കൊടുക്കി ശോഭിക്കും. കർത്താവെല്ലാം ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. കർത്താവ് പറയുന്നു, നിനക്ക് ഒന്നിനും ഉണ്ടാവുകയില്ല. സങ്കീർത്തനം 23:1 പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നീ അനുഭവിക്കുന്ന ഈ കുറവുകളിലേക്ക് വലിയ നിറവുകളായിട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. നീ ഒന്ന് തുറന്നു കൊടുത്താൽ മാത്രമേ ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് കർത്താവ് പറയുന്നത്, വാതിലിൽ ഞങ്ങൾ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് തുറന്നാൽ ഞാൻ അകത്തേക്ക് വരികയും നിന്നോടൊത്ത് ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇതാ നിന്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്ന തമ്പുരാൻ. ഈശോയിലേക്ക് എല്ലാം സമർപ്പിച്ചു. ഈശോയോടാണ്, ഈശോയെ എനിക്ക് നിന്നെ മതി തമ്പുരാനെ. കർത്താവേ, അങ്ങേ മതി ഈശോയെ എനിക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ സഹനങ്ങളും കർത്താവ് അറിയാതെയല്ല. നീ അനുഭവിക്കുന്ന ഓരോ വേദനയും എനിക്ക് തമ്പുരാൻ അറിയുന്നുണ്ട്. കർത്താവ് അറിയാതെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ആ കർത്താവിന്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കുവാൻ എനിക്ക് തരുന്ന വലിയ സമ്മാനങ്ങളാണ് എൻ്റെ സഹനം. നീ വേദനിക്കുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ, നിന്റെ അരികിലേക്ക് ഓടിയെത്തുന്ന പൊന്നു തമ്പുരാൻ, നീ അവന്റെ മുഖത്തേക്ക് നോക്ക്. നിന്റെ നോട്ടം മാറുന്നത് കൊണ്ടാണ് നീ ദുഃഖിക്കുന്നത്. നിന്റെ നോട്ടം മാറിപ്പോകുന്നത് കൊണ്ടാണ് നിനക്ക് നിരാശ വരുന്നത്. നീ വേദനിക്കുന്ന സമയം, നീ സഹനത്തിൽ ആയിരിക്കുമ്പോൾ നിന്റെ ചായ നിന്റെ ഈശോയുണ്ട്. അവൻ നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മുൾമുടി അടിഞ്ഞ ഈശോ കയ്യിലെ ചോരപ്പാടുകളായിട്ട് നിന്റെ അരികിലേക്ക് കടന്നു വരുന്ന ഈശോ. അവൻ പറയുന്നു, നിനക്ക് വേണ്ടിയാണ് ഞാൻ സഹിച്ചത്. വചനം പറയുന്നുണ്ട്, നിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി ഞാൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നിന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നിനക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നീ സൗഖ്യം പ്രാപിച്ചു. ഈശോയുടെ ക്ഷതങ്ങളാൽ നീ സൗഖ്യം പ്രാപിച്ചു. കർത്താവേ, അങ്ങയുടെ മുഴുവനാ ഞാൻ സൗഖ്യമുള്ളവനാണ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ സമയം ഈശോയോട് പറയണം, ഈശോയെ ഞാൻ നിന്നൊന്ന് ചേർത്ത് പിടിക്കട്ടെ. ഈശോയെ, പ്രിയപ്പെട്ടവരെ, മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോയെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ശരീരം മുഴുവൻ ചോരപ്പാടുകൾ, ചാട്ടവാരടികളേറ്റ് ശരീരത്തിന്റെ മാംസകഷ്ണങ്ങൾ തെറിച്ച് പോയ ഈശോ. ഓരോ അടിയും അവനേറ്റത് നിനക്ക് വേണ്ടിയാണ്. അവന്റെ തലയിലെ മുൾക്കിരീടം ആഞ്ഞടിച്ചപ്പോൾ അവൻ അനുഭവിച്ച വേദന നിനക്ക് വേണ്ടിയാണ്. അവൻ പാറമേ മുഖമടിച്ചു വീണത് നിനക്ക് വേണ്ടിയാണ്. മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ അനുഭവിച്ച വേദന, മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തിയപ്പോൾ അവൻ അനുഭവിച്ച വേദന, ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇരുകരങ്ങൾ നീട്ടി ഈശോയെ കെട്ടിപ്പിടിക്കാൻ സമയം.
അവന്റെ ചോരപ്പാടുകളുടെ ശരീരത്തിലേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയോട് പറ, ഈശോയെ, എന്റെ ജീവിതത്തിൽ ഈ കൊച്ചു സഹനങ്ങളെ തമ്പുരാനെ അങ്ങയുടെ പീഡകളോട് അങ്ങനെ വേദനയോട് ഞാൻ ചേർത്ത് വയ്ക്കുന്ന പോലെ തമ്പുരാനെ എന്റെ സഹനങ്ങളെ കർത്താവെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം ഈശോയെ. കർത്താവെ, എന്റെ സഹനങ്ങളുടെ നടുവില് എനിക്ക് അങ്ങനെ ആനന്ദിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ സമയം പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഈ സമയം ഒന്ന് മാത്രം മനസ്സിൽ കാണാം, ആ ക്രൂശിതനായ ഈശോയെ എനിക്ക് വേണ്ടി 3 ആണികളിൽ പിണയുന്ന തമ്പുരാൻ, എനിക്ക് വേണ്ടി ഓരോ തുള്ളി ചോരയും ഇറ്റിറ്റ് വീഴുന്ന വാർത്തൊഴുകുന്ന ഈശോ, ആ ഈശോയെ ചേർത്ത് പിടിക്കാൻ ഈ സമയം നമ്മുടെ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം ഈ സമയം ആ ഈശോയുടെ കുരിശിലേക്ക് ചേർത്ത് വയ്ക്കും. ചേർത്ത് വെച്ചുകൊണ്ടുള്ളതാണ്, ഈശോയെ എനിക്ക് അങ്ങനെ മാത്രം മതി. കർത്താവിന്റെ സ്നേഹം ഈ സമയം ഒഴുകും. കർത്താവിന്റെ വലിയൊരു സ്നേഹം ഈ സമയം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകും. കണ്ണുകൾ പൂർണ്ണമായി നിറച്ച് ക്രൂശിതനായവനെ മനസ്സിൽ കാണുക. ക്രൂശിതന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ചോരപ്പാടഞ്ഞ മുൾക്കിരീടം തലയിലെത്തിക്കൊണ്ട് ആ ചോരപ്പാട് അവേദനയുടെ നടുവിൽ നിനക്കായി ദാഹിക്കുന്ന യേശു നിന്നെ തേടുന്നൊരു തമ്പുരാൻ. ആ തമ്പുരാനെ കെട്ടിപ്പിടിച്ച് നമുക്ക് സ്നേഹിക്കാൻ സമയം. നിന്റെ ചേരത്തെ പിടിച്ച് ചോദിക്കുന്ന സമയമാണ്. നിന്റെ നെറുകയെ മൊത്തം തരുന്ന സമയമാണ്. നീ എന്റെ പൊന്നുവാളുടെ മകനാണ്, നീ എന്റെ പൊന്നുവാളുടെ മകളാണ്, നീ എനിക്ക് വിലപ്പെട്ടത്.
ഈശോയുടെ മുമ്പിൽ ഒത്തിരി നന്ദിയുള്ള മക്കളായിട്ട് നമുക്കായിരിക്കുന്ന സമയം പ്രിയപ്പെട്ടവരെ എല്ലാം ഈശോ ഏറ്റെടുക്കും. വിശ്വസിക്കണം. നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിനെ സമർപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും മറ്റാത്ത സ്നേഹം നമ്മുടെ കൂടുതൽ തന്നെയുള്ള പ്രിയപ്പെട്ടവർ. ഈശോയെ എപ്പോഴും നമ്മോട് കൂടെ എനിക്ക് ജീവിക്കണം, എപ്പോഴും നമ്മോട് കൂടെ വസിക്കണം. എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് പറ്റില്ല. കർത്താവിൻ്റെ ആഗ്രഹത്തിനപ്പുറമായി കർത്താവെ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചിട്ടും പലപ്പോഴും ഞാൻ വീണു പോകുന്നു. നമ്മളെ ഈശോയെ അങ്ങയുടെ കൃപയില്ലാതെ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും. ഈശോ സമയം കാര്യങ്ങൾ ഈശോയെ യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃപ വേണമെങ്കിൽ കർത്താവെ പ്രലോഭനങ്ങളെ നേരിടാൻ, കർത്താവെ സാത്താന്റെ എല്ലാവിധ കുതന്ത്രങ്ങളെയും നേരിടാൻ, അവന്റെ എല്ലാ നീക്കങ്ങളെയും പരാജയപ്പെടുത്താൻ, അവന്റെ എല്ലാ പദ്ധതികളെയും പരാജയപ്പെടുത്തുവാൻ കർത്താവെ എനിക്ക് ശക്തി വേണം. വചനം പറയുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ ആത്മാവിന്റെ ശക്തിക്ക് വേണം ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ സമയം കാര്യങ്ങൾ ഉയർത്തട്ടെ. മാക്സിമം കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദാഹിച്ച് പ്രാർത്ഥിക്കണം. എനിക്കൊരു പുതിയ അഭിഷേകം വേണം. ഇന്നെനിക്ക് ഈ ദേവാലയത്തിൽ നിന്ന് ഞാൻ ഇവിടുന്ന് വിട്ടു പോകുമ്പോഴേക്കും, ഇവിടുന്ന് ഞാൻ തിരിച്ചു പോകുമ്പോഴേക്കും എനിക്കൊരു പുതിയ അഭിഷേകം വേണം. കർത്താവെ എന്നെ അഭിഷേകം ചെയ്യുന്നത് തമ്പുരാനെ. പാപത്തെ തോൽപ്പിക്കുവാൻ, സാത്താനെ തോൽപ്പിക്കുവാനുള്ള വലിയൊരു കൃപ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എനിക്ക് വേണം. പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും. ഉന്നതത്തിനുള്ള ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നീ ശക്തി പ്രാപിക്കും. നീ ശക്തി പ്രാപിക്കും. ഒരു ദിനത്തിൽ നിന്നെ കീഴടക്കാൻ സാധിക്കുകയില്ല. കർത്താവിനോട് പറയണം, ഈശോയെ അങ്ങയുടെ കൃപ മതി. ഈശോയെ എനിക്ക് ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. ഈ സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അതരങ്ങൾ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ
സംസാരിക്കാൻ കഴിയില്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സമയം ഈശോ സംസാരിക്കാനുള്ള ജീവിതം ആകെ കലങ്ങി വളർന്നിരിക്കുന്നു, ആകെ കലങ്ങി കലുഷിതമായിരിക്കുന്ന ഒരു കുടുംബത്തെ ഈശോ ക്രമീകരിക്കുന്ന, ആ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന കുടുംബത്തെ യേശുവിന്റെ ശക്തി പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു മകളെ ഈശോ കാണിച്ചിരുന്നുണ്ട്. ഈശോ മകളുടെ നെറുകയിൽ കാര്യങ്ങളുടെ ചൈതന്യം വലിയൊരു സമാധാനം കൊടുക്കുന്നു. ഹൃദയം നിറഞ്ഞുകൊടുക്കുന്ന പോലെ ഈശോയുടെ സ്നേഹമായി കുടിക്കുന്നുണ്ടെന്ന് ഈശോയുടെ സംവിധാനം ഈശോയ്ക്ക് നോക്കിയല്ല. ഈശോ ഇത് മതി, ഈശോ എനിക്ക് ഒന്നും വേണം, ഇത് മതി ഈശോയെ, ഇതുപോലെ കർത്താവെ ആരാധിക്കുവാനും അങ്ങനെ ആരാധിക്കുവാനും അത് മതി ഈശോയെ, എനിക്ക് ഒന്നും വേണ്ടതല്ല. ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയോട് ഈശോയെ, നിന്റെ സ്നേഹം എനിക്ക് അവബോധം അനുഭവിക്കുന്നുണ്ട്. എന്റെ എല്ലാ പാപങ്ങളും മറന്നുകൊണ്ട്, എന്റെ എല്ലാ കുറവുകളും എഴുതിക്കാതെ അതിനെല്ലാം മറികടന്നുകൊണ്ട് എന്നെ ചേർത്ത് പിടിക്കുന്ന എന്റെ സ്നേഹം അത് മതി ഈശോയെ. എനിക്ക് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സ്നേഹം, ഈ ആനന്ദം, ഈ സമാധാനം അതുപോലെ എനിക്ക് ജീവിതത്തിൽ വേറൊന്നും വേണം. ഈ ലോകത്തിൽ എല്ലാറ്റിനേക്കുള്ളിലായി എൻ്റെ പൊന്നു നോക്കാതെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അത് മാത്രമാണ് ഈശോയെ, നിന്റെ സ്നേഹം മാത്രം. കരങ്ങളിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ പൂർണ്ണമായി നിങ്ങളുടെ സംസ്ഥാനങ്ങൾ നിങ്ങൾക്കിരിക്കാം ശാന്തമായിട്ട്. എങ്ങനെ കഴിയുകയിരിക്കാം കലകൾ മടിയിൽ വെച്ചുകൊണ്ടോ ഹൃദയത്തോട് വെച്ചുകൊണ്ടോ സ്വന്തം വളരെ സ്വാതന്ത്ര്യത്തോടുകൂടിയായിരിക്കാം. കണ്ണുകൾ പൂർണ്ണമായിട്ട് ഈശോയെ കാണാം, ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്ന സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാന്റെ സ്നേഹത്തോടുള്ള എല്ലാവരും കർത്താവിന്റെ മാറിലേക്ക് കുറിച്ചാണ് യോഹന്നാൻ സ്നേഹത്തിന്റെ മാറോട് ചേർക്കുന്നത്. എനിക്കും എന്റെ മാറോട് ചേർത്ത് കിടക്കണമെന്ന് തമ്പുരാൻ അത് മതി ഈശോയെ.
അങ്ങയുടെ സാന്നിധ്യം അത് മാത്രമാണ് തമ്പുരാൻ. അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്നേഹത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങൾ അമ്മ ചേർത്ത് വയ്ക്കും. ഈശോയുടെ മുഖം നോക്കി നടക്കുവാൻ അമ്മ നമ്മളെ പഠിപ്പിക്കും. ഈശോയുടെ പൊന്നോമന മകനായി മക്കളായി നമുക്ക് മാറാം. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ ഒത്തിരി നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ആമേൻ. ഹാപ്പിയാണോ? ഒരു വണ്ടി 30465 എനിക്ക് ഗേറ്റിന്റെ മുൻപിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു. 30465 നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമില്ല. നിങ്ങളോട് ഞാൻ ഈശോയെ ഈ സമയം എന്നോട് സംസാരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രാധാന്യമില്ല. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈശോയുടെ വചനം കേൾക്കാൻ ആഗ്രഹിച്ചു വരുന്ന നമ്മുടെ ഹൃദയങ്ങളെയാണ് ഈശോ കാണുന്നത്. നമുക്ക് വേണ്ടി ഈശോ സംസാരിക്കും. വിശ്വസിക്കുന്നു? അപ്പൊ ഞാനും പ്രാർത്ഥിക്കുന്നത് ഈശോയെ സംസാരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഈശോ എന്നോട് കൂടെ സംസാരിക്കാറുണ്ട്. അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നും ശ്രദ്ധിക്കേണ്ട, പക്ഷെ ഈശോ ആണ് ഈ വ്യക്തിയിലൂടെ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിച്ചാൽ ഈശോ സംസാരിക്കില്ലേ? ഓക്കെ, ഞാൻ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ പ്രത്യേകം പറയാം, നിങ്ങളായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം ഈശോയ്ക്ക് കൊടുക്കണം. ഈ സമയം ഒന്ന് കണ്ണുകൾ അടച്ചു. ഈ സമയം വ്യക്തിപരമായിട്ട് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികൾ, നിങ്ങളുടെ വേദനകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ഒത്തിരി ആകുലതകളുണ്ടാകാം, ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകാം, സംശയങ്ങളൊക്കെ, തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എൻ്റെ തീരുമാനം തെറ്റിപ്പോയോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ, ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ ഇനി കരകയറുമോ, എനിക്കൊരു മോചനം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്. എല്ലാവരും ഈ സമയം കർത്താവിനോട്, കർത്താവെ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് സമർപ്പിക്കും. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഈ വചനഭാഗം കേൾക്കണം. ഈ വചനഭാഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചേർത്ത് വെക്കണം ഈ വചനഭാഗത്തോടുകൂടി. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ജനസഞ്ചയത്തെ തിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവർ ജനക്കൂട്ടത്തെ തിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്നും ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനെ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിനെ മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയനിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യമായിരിക്കുകയും ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവരോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മേലെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. ഒരു അവർ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നും ഇറങ്ങി
വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ കാറ്റ് അണഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നെല്ല് വെച്ച് പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണേ. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത്. അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. ദൈവവചനമാണ് കേട്ടത്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ കടന്നു വന്നോ? നിങ്ങളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഇനി നിങ്ങളിങ്ങനെ വെറുതെ ഒന്ന് പോരാടോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, ചോദിക്കുന്നതിന്, അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. അതായത് പറഞ്ഞല്ലോ, എന്താണ് കർത്താവ് പറയുന്നത് അതിവിടെ പ്രഘോഷിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സംസാരിക്കണം. മീൻസ് നിങ്ങളുടെ മനസ്സ് തുറക്കണം. ഒരു തുറവിയോടുകൂടി ഇരിക്കും. റെഡിയല്ലേ? കുറച്ച് സമയമുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്. ശിഷ്യന്മാരെ മറുവരയിലേക്ക് പോകാൻ കർത്താവ് നിർബന്ധിച്ചു. ഇല്ലേ? നമ്മൾ മറ്റുള്ളവരെ എപ്പോഴാണ് നിർബന്ധിക്കാറ്? എപ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് നിർബന്ധിക്കേണ്ടത്? എപ്പോഴാണ് നിർബന്ധിക്കേണ്ടവരാണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങളായി നിർബന്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിരിക്കും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ ശിഷ്യന്മാരെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? ശിഷ്യന്മാർക്ക് അപ്പം അവിടെ പോവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്താ കാരണം? ഇവിടെ പ്രത്യേകിച്ച് ആ ഒരു സീൻ അറിയില്ല, മുമ്പത്തെ അവസ്ഥ അറിയില്ല. ഈശോ അപ്പം പ്രവർത്തിപ്പിച്ച് ഭയങ്കര അടിപൊളി ഒരു മൂടിലിരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ അങ്ങനെ വിട്ടുപോകും? നമുക്ക് ഒരു കൂടെ നടക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പം ഒരു ഇഷ്ടമുണ്ടായില്ല. പക്ഷെ കർത്താവ് നിർബന്ധിച്ച് അവർ വിട്ടു. അവർ വിട്ടത് കൊണ്ടാണ് വലിയൊരു പ്രതികൂലത്തിന്റെ നടുവിലേക്ക് വിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം, കർത്താവ് നിർബന്ധിച്ചു എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ മക്കളെ നിർബന്ധിക്കാറുണ്ടേ. അതിന്റെ ഒരു പദ്ധതിയുടെ, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ആഗ്രഹത്തിന്റെ മാനുഷികമായിട്ട് പറയുകയാണ്, അതിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെ രാവിലെ 5 മണിക്ക് എഴുതി ഞാൻ പറയും, ഇന്നിപ്പോ എക്സാം ആയിരുന്നു, 5 മണിക്ക് എഴുതിച്ചു പഠിക്കും. അപ്പൊ നമ്മൾ പക്ഷെ അവർക്ക് എഴുതുന്നതിന് താല്പര്യമുണ്ടോ? അപ്പൊ നമ്മൾ നിർബന്ധിക്കും. അപ്പൊ അതൊരു നമ്മുടെ ഒരു വലിയൊരു പദ്ധതിയുടെ, ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് നിർബന്ധിച്ചത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോഴാണ് കർത്താവ് നിർബന്ധിക്കുക. കർത്താവിന്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ദൈവഹിതം. ക്ലിയർ അല്ലേ? അങ്ങനെ ദൈവഹിതത്തിലേക്ക് അവർ വിട്ടത് വലിയൊരു പ്രതികൂലത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ തമ്പുരാന്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവഹിതം എങ്ങനെയുള്ളതായിരിക്കും? നല്ലതാണോ? ജെറമിയ 29:11 വചനം പറയുന്നു, കർത്താവ് അവരോട് ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവി പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പൊ ഈശോയുടെ പദ്ധതി എങ്ങനെയുള്ളതാ? നല്ല അടിപൊളിയല്ലേ? അതിന് സംശയമില്ല. അപ്പൊ എന്റെയും നിങ്ങളെയും കുറിച്ചുള്ള ഈശോയുടെ പദ്ധതി എന്താ? നല്ല പദ്ധതിയാണ്. അപ്പൊ ഈശോ നമ്മളെ നിർബന്ധിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? നല്ലത് വരാൻ വേണ്ടിയാണ്. അവിടെ ശിഷ്യന്മാരെ നിർബന്ധിച്ചു വിട്ടു. അത് ഏതിന് നടുവിലേക്ക? കാറ്റും കോളും അല്ലെ? അവരുടെ വഞ്ചി കാറ്റിലും കോളിലും പെട്ട് ആടി ഉലഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവം അറിയാതെയാണ് അവർ വിട്ടത്. എല്ലാം അറിയുന്നവരാ ദൈവം അല്ലെ? ഒരു പ്രതികൂലത്തിലേക്ക് ദൈവം വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് അത്. അവരുടെ നാശത്തിനല്ല. ഇനി നമ്മുടെ ജീവിതത്തിലേക്കാണ് വരാം. നമ്മള് പലർക്കും ഉള്ളൊരു സംശയം, അല്ലെങ്കിൽ കുറെ കൺഫ്യൂഷൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച്, ഒത്തിരി ഉപസിച്ച്, എടുത്ത്, അല്ലെങ്കിൽ
കുറെ നാൾ പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. ചിലപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ളവരുണ്ടാകാം, ജോലിയിലേക്ക് പ്രവേശിച്ചുള്ളവരുണ്ടാകാം, ബിസിനസ്സിലേക്ക്, അങ്ങനെ നിങ്ങൾ വ്യത്യസ്തമായ ജീവിതാവസ്ഥകളായിരിക്കാം, ചെറിയ തോട്ട് വലിയ തീരുമാനങ്ങൾ എടുത്തവരായിരിക്കാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ നടുക്കടലിലാണ്, ഈശോയെ ഇത് നിന്റെ ഹിതമായിരുന്നോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇത് നമ്മളോട് കർത്താവ് പറയുന്നതാണ്. ഇത് കർത്താവിന്റെ പദ്ധതിയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചല്ല തീരുമാനിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ കുറെ പ്രാർത്ഥിച്ചു, പലർക്കും ഒരു സംശയം. നമ്മൾ കുറെ പ്രാർത്ഥിച്ചു, ഉപസാരിച്ചു, കുർബാന സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടി ശരിക്കും ആത്മാർത്ഥമായ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അന്നത്തെ അവസാനം ഈശോയെ ഞാൻ ഇത് തീരുമാനിക്കണം, ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയി. ഞാൻ പറയട്ടെ, ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈശോയെ നീ ആഗ്രഹിക്കുന്ന പോലെ എന്റെ ജീവിതത്തിൽ നടന്നാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് തീരുമാനമെടുത്തെങ്കിൽ അത് ഇവർ തെറ്റിയാൽ പോലും കർത്താവ് എന്റെ കൂടെ ഉണ്ടാവും. എന്താ? നമ്മുടെ ഹൃദയം കാണുന്നവൻ ഈശോ അല്ലേ? അതുകൊണ്ട് ഈ സമയം നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും വിശ്വസിക്കാം, എന്റെ കർത്താവിന് എന്നെ കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്. ഞാനിങ്ങനെ ആടിപ്പോലേക്കുണ്ടാകാം. ഇനി ഇതിലേക്ക് വരാം, വചനത്തിലേക്ക് വരാം. പിന്നീട് എന്താ കാണുന്നത്? അങ്ങനെ ആടി ഉലഞ്ഞ് നിൽക്കുന്ന സമയത്ത് കർത്താവ് കടലിന് മുകളിലൂടെ ഇങ്ങനെ നടന്നു വരാം. ആ സമയത്ത് അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവരെന്താ പറയുന്നത്? ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്, പരിഭ്രമിച്ച് നിലവിളിക്കുകയാണ്. നമ്മുടെ അവസ്ഥകളൊക്കെ കുറെ നേരെ നമ്മൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ജീവിതം പ്രത്യേക ഒരു ആടി ഉലഞ്ഞു നിൽക്കുമ്പോൾ, ആകെ എന്താ പറയാ തകർച്ചയുടെ നടുവിലൊക്കെ നമ്മൾ പറയില്ലേ, ആകെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കണ്ടാലും ഒരു ഭയം അല്ലേ? കർത്താവ് ഇടപെട്ടാൽ പോലും നമുക്ക് വിശ്വാസം. നമ്മൾ പറയില്ല ഇത് പല പ്രശ്നമാണ്, തിന്മയാണ്, അതാണ് ഇതാണ്. നമുക്ക് നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ ഈശോയെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ പറഞ്ഞു പോകുമ്പോഴൊക്കെ നമ്മൾ തിരുത്തണം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നോക്കേണ്ടത് എവിടേക്കാണ്? എന്റെ ഈശോ എന്റെ അരികിലേക്ക് വന്നത് കാര്യം പിടിക്കും. ഏശയ്യാ 41:13 പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. വിശ്വസിക്കുന്നുണ്ട്? ഈ സമയത്ത് വിശ്വസിക്കണം. എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ വിശ്വസിക്കണം. അതായത് കർത്താവ് നിന്നെ സഹായിക്കും. അത് ഇവിടെ എന്താ കാണുന്നത്? അവർ പേടിച്ച് ഭയപ്പെട്ട് പരിഭ്രമിച്ച് നിലവിളിക്കുമ്പോൾ കർത്താവ് അവരോട് സംസാരിക്കുന്നു. എന്താ പറയുന്നത്? ഞാനാണ് അല്ലെ? ആദ്യം പറയുന്നത് ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കും. ഇന്ന് എന്നോടും നിങ്ങളോടും ഈശോ പറയുന്നതാണ്, ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കും. ധൈര്യം ഇപ്പോ ജോഷുവ 1:9 എന്താ പറയുന്നത്? എന്താ? ജോഷുവ 1:9 കർത്താവ് ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? അടുത്ത വാക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആലോചിച്ച് നോക്കിയേ, നമ്മളതിന് പിന്നെ ഭയപ്പെടുന്നത് ആരാ പറയുന്നത്? ഈശോ അല്ലേ? ജോഷുവ 1:5 പറയുന്നു, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, മോശയോട് കൂടെ എന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇതുപോലെ കൂടെ നടക്കുന്ന ഒരു ഈശോ. നമ്മൾ നേരത്തെ പ്രേസപശുവിനോട് കടന്നുപോയപ്പോൾ വചനം പറഞ്ഞില്ലേ? യെശയ്യാ 43:1-2 യാക്കോബിനെ സൃഷ്ടിക്കുകയും
ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എന്റേതാണ്, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ, അതായത് നമ്മളെ മുക്കുന്ന പ്രശ്നമാണെങ്കിലും, സമുദ്രം പോലെ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കി കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവ് രക്ഷകൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. വിശ്വസിക്കാൻ പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ കംഫർട്ട് സോണിൽ പോകുന്നല്ല പറയാം. ഒത്തിരി പ്രതിസന്ധികൾ നൽകുന്നുണ്ട. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്റെ കർത്താവ് എന്നെ തകരാൻ അനുവദിക്കുകയില്ല. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് അറിയാതെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല, സംഭവിക്കില്ല. എന്റെ തമ്പുരാൻ പച്ചക്കൊടി കാണിക്കാതെ എന്റെ ജീവിതത്തില് ഒരാൾക്കും എന്നെ തൊടാൻ പറ്റില്ല. നിങ്ങൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു? പ്രശ്നങ്ങളുടെ നടുവില് കർത്താവിനെ കാണാൻ പറ്റിയ നമുക്ക് ആശ്വാസം കിട്ടും. ഞാനൊരു ചെറിയൊരു അനുഭവം പറയാം. ഒരു 4 വർഷത്തിന് മുമ്പ് കോവിഡ് വരുന്ന സമയം എൻ്റെ വൈഫ് ഇവിടെ ദുബായിലെ മില്ലേനിയം സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് മില്ലേനിയം സ്കൂൾ പോകുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യാണ്. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യും. പെട്ടെന്ന് വൈഫിൻ്റെ ജോലി പോയി. എനിക്ക് 4 മക്കളുണ്ട്. വൈഫിന് 4 മക്കൾ ദുബായിൽ താമസിക്കും. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം. വൈഫിൻ്റെ ജോലി പോയി. അത് കഴിഞ്ഞ 1 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് 5 മാസം എനിക്ക് സാലറി കിട്ടിയില്ല. അതിന് വൈഫിന് ജോലി, എനിക്ക് ജോലി. സാധാരണ ടിപ്പിക്കൽ മലയാളികളൊക്കെ പോലെ അത്യാവശ്യം EMI ഉണ്ട്, അത് എല്ലാം ഉണ്ട്. പിന്നെ ഊഹിക്കാമല്ലോ 4 മക്കൾ ഇത് ദുബായിൽ ജീവിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, കാറ്റത്ത് ആടി ഉലയുമ്പോൾ, ഈശോ വരുമ്പോൾ അവരെന്താ പറയുന്നത്? ഭൂതം പരിഭ്രമിക്കുന്നു. ദൈവത്തിന്റെ കൃപയാണ് എനിക്ക് തമ്പുരാനെ കാണാൻ പറ്റി. ഞാൻ പറഞ്ഞ വൈഫിനോട്, ഇന്ന് മക്കൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടല്ലോ, നമുക്ക് എടുക്കാനുള്ള ഡ്രസ് ഉണ്ടല്ലോ, ഓക്കെ അല്ലേ? സുഖമായിട്ട്. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയാം, 5 മാസം കടന്നുപോയി. ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടായില്ല, ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. സന്തോഷത്തോടെ പോയി. ഞാൻ അവിടെ നിരാശപ്പെട്ടു പോയെങ്കിലോ? പ്രിയപ്പെട്ടവരെ, പറയുന്നത് നമ്മള് വിശ്വസിക്കുക. എനിക്ക് ആ വിശ്വാസം കിട്ടിയത് ഇതുപോലെ പറഞ്ഞിട്ടുള്ള എനിക്ക് കയറി വന്നു. ഞാൻ ഇതിനൊക്കെ പറഞ്ഞിട്ട് എന്റെ തമ്പുരാൻ എനിക്ക് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ വലിയ പ്രശ്നങ്ങളാകാം. പക്ഷെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ചെറിയ തലവേദനയായി, ക്യാൻസർ ആയാലും, കർത്താവിന് ബുദ്ധിമുട്ടുണ്ടോ? കർത്താവിന് തൊട്ടാൽ മതി എന്ന് വിശ്വസിക്കാം, ഏറ്റെടുക്കാം. ഞാൻ എൻ്റെ അപ്പൻ്റെ മകൻ, അപ്പൻ്റെ മകളാ, കർത്താവില് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിൽ പ്രിയപ്പെട്ടവരെ, ഏത് ആകുലത വന്നാലും, എത്ര നമ്മളെ ആടി എന്തൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മളവിടെ സന്തോഷത്തോടെ നിൽക്കും. ഫിലിപ്പിയർ 4:4 പറയുന്നത്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:16 പറയുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നു, എഴുതാതെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളിലും നമ്മളെ പ്രകാശിപ്പിക്കുകയും. ഞാൻ പറഞ്ഞു വരുന്നത് മെയിൻ പോയിന്റ്, നമുക്ക് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ, നമുക്ക് ഭയങ്കര സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ചെയ്യും. ഉറപ്പാണോ? ഈശോയുടെ ഒരു വാക്ക് കൊടുക്കും. സിമ്പിളാണ്, പക്ഷെ ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയും. ഓഫീസിൽ ബോസ് വഴക്ക് പറയുമ്പോൾ ഉള്ളിൽ ഞങ്ങളുടെ ഓഫീസിൽ ദൈവാനുകൃപ കൊണ്ട് എല്ലാ ദിവസവും പ്രയറുണ്ട്. എനിക്കുള്ള ഇങ്ങനത്തെ ഒരു കമ്പനി ആദ്യമായിട്ട് നിൽക്കുന്നത് 45 മിനിറ്റ്സ് എല്ലാ ദിവസവും പ്രൈസർഷിപ്പ്, വചനം, 45 മിനിറ്റ്സ്. 1 മണിക്കൂർ. മുസ്ലിംസും ഹിന്ദുസും അവർക്ക് വചനം പറയാം.
അപ്പം എല്ലാ ദിവസവും അപ്പം അങ്ങനെ പറയുന്നതിന് പേര് അപ്പം ഞാൻ എൻ്റെ ഓഫീസിലിരിക്കും, ഞാൻ അക്കൗണ്ട്സ് അപ്പം സെയിൽസ് ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ ഒരു കൊളീഗിൻ്റെ അടുത്ത് അക്കൗണ്ട്സ് അറിയാൻ പൊതുവെ കുറച്ച് പ്രശ്നക്കാരാണല്ലോ, അപ്പം അവരൊന്നും മുടക്കുണ്ടാവില്ല. അപ്പം എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു, എന്നെ നോക്കി ഒന്നുമില്ല, പ്ലേസ് താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഞാൻ തമാശക്കാൻ കൊണ്ട് വിട്ടു. ഇത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്യൂ നടക്കാം. അപ്പോൾ അക്കൗണ്ട്സിലൊക്കെ ഭയങ്കര ഷോക്കിങ് കാര്യമാണ്. അപ്പോൾ ആളുകൾ ലാസ്റ്റ് താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ് ഹിന്ദു ആണ്. എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തതെന്ന് വെച്ചാൽ അത് ഉള്ളിൽ വന്നതാണ്. അപ്പം നമ്മള് ഞാൻ ചൊന്നു പറഞ്ഞതാ, ഇങ്ങനെ ഞാൻ തമാശ രീതിയിൽ പറഞ്ഞതാ, അവരുടെ ഭയങ്കര സീരിയസ് ആയിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞു വരുമ്പോൾ എത്ര ഉള്ളൂ, നമ്മളത് പ്രാക്ടീസ് ചെയ്യാം. ഭയങ്കര പ്രശ്നങ്ങൾ വരുമ്പോൾ വേറെ വാക്കുകളൊന്നും വരില്ല. എന്ത് പറയാ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, എനിക്ക് തിരിച്ചു വരാം. അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയാം. ജോലി പോയോ, കർത്താവേ നന്ദി. ഒരു പ്രാവശ്യം എൻ്റെ 7ാമത്തെ ജോലിയാണ്. അപ്പൊ ഒരു പ്രാവശ്യം ജോലി പോയി, കറക്റ്റ് ജോലി പോയി, അങ്ങനെ 1 മണിക്കൂർ ആകെ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ജീസസ് എന്നെ വിളിച്ചു, ചേട്ടാ ഇന്ന് വരാൻ പറഞ്ഞു, ഒരാൾ വന്നില്ല, ചേട്ടൻ വരാൻ പറ്റും. ഞാൻ തീർച്ചയായിട്ടും വരാം. ഞാൻ അവിടെ പോയിട്ട് ആരോഗ്യം ജോലി പോയിട്ട് വരാം. ഇതേപോലെ ട്രെയിനിൽ കയറി പറഞ്ഞു, കർത്താവിന് നന്ദി, എൻ്റെ ജോലി പോയി. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് ഇതിൽ മനോഹരമായിട്ട് നടത്തും. അതുപോലെ തന്നെ അതിൽ നല്ല ജോലി കർത്താവ് തന്നു. ഞാൻ പറഞ്ഞു വരേണ്ട, വെറുതെ പറയണ്ടല്ല, നമ്മൾ ഏറ്റു പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. അതായത് മനുഷ്യർക്ക് പറയാൻ തോന്നില്ല, പക്ഷെ പറയണം. നമ്മൾ ആരിലെ അഭിമാനിക്കുന്നത്, നമ്മൾ ആരിലെ വിശ്വസിക്കുന്നത്, ആരിലെ നമ്മൾ പറയണേ. എന്റെ കഴിവിലല്ല, എന്റെ കഴിവിലോ എന്റെ എക്സ്പീരിയൻസിലോ അല്ല, എന്റെ അപ്പന്റെ കഴിവിലാണ്. സങ്കീർത്തനം 57:2 പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തെ തന്നെ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നുള്ളൂ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലൊക്കെ നമ്മളിലേക്ക് ഞാൻ പ്രയോജനോട് കടന്നുപോയി പറഞ്ഞില്ലേ, സഹനങ്ങളുടെ നാളുകളിലാണ് ഏറ്റവും കൂടുതൽ ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുക. നമ്മുടെ നോട്ടം മാത്രം. ഞാൻ ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ മക്കളുള്ളവരായിരിക്കും അല്ലെ. നമ്മുടെ മക്കളൊക്കെ ചെറുപ്പത്തില് കുറച്ച് വലുതായി, ഒരു 4ാം ക്ലാസ്സൊക്കെ നമ്മൾ എടുക്കില്ല, ചോറ് വാരി കൊടുക്കില്ല, കുറച്ച് വലുതായി. പെട്ടെന്ന് ഇവർക്ക് പനി പിടിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര പനിയായി, അസുഖമായി, ഒട്ടുമായി. നമ്മൾ എന്ത് ചെയ്യും? അവരെ എടുക്കും, ചേർത്ത് പിടിക്കും, ചോറ് വാരി വെച്ച് കൊടുക്കും. ഭയങ്കര അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അവര് പനി ഒന്നാമതിയായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹം അവർക്ക് അനുഭവിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, അവിടെ ഉണ്ട് വേണമെങ്കിൽ എടുത്ത് കഴിച്ചു അതെനിക്ക് പറയുള്ളൂ. നമുക്ക് സ്നേഹിക്കാണ്, പക്ഷെ ശരിക്കും സ്നേഹം ഭയങ്കരമായിട്ട് ആ കൊച്ചു അനുഭവിക്കുന്നത് അവന് വയ്യാതെ വരുമ്പോൾ സഹനത്തിന് നാളുകളുണ്ടാവും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപ്പന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുക. പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവാം, എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിച്ചേക്കുന്നത് എൻ്റെ സഹനത്തിന് നാളുകളാണ്. അതുപോലെ ഈശോന്ന് ചേർത്ത് പിടിക്കും, ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ നേരത്തെ വചനം കേട്ടില്ലേ, ഫിലിപ്പിയർ 1:29, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് സഹനം ഈക്വൽ ടു അനുഗ്രഹം അല്ലെ. അവന് വേണ്ടി കൂടി സഹിക്കാൻ കൂടി അനുഗ്രഹം, സഹനത്തിന് പറയാൻ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഭയങ്കര ത്രില്ലായിട്ട് എടുക്കുകയും ഇനി കരഞ്ഞു, വിഷമിച്ചു, ദുഃഖിച്ചു, നിരാശപ്പെട്ടിരിക്കുന്ന പകരം നമ്മൾ ദുഃഖം ആദ്യം ചോദിക്കും, ഓക്കെ എൻ്റെ പപ്പനെ നോക്കിക്കൊള്ളു, എൻ്റെ അപ്പൻ നോക്കിക്കൊള്ളു. ഇങ്ങനെ ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റണം. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് ക്രിസ്ത്യാനി. അല്ലെങ്കിൽ പിന്നെ എന്താ, നമ്മളിങ്ങനെ എല്ലാം ഓക്കെ ആകുമ്പോൾ ഭയങ്കര സ്തുതിയും പ്രൈസ്തലോടും, പ്രശ്നങ്ങൾ വരുമ്പോൾ ആകെ ടല്ലായി, ശുശ്രൂഷയില്ല, പ്രയോജനമില്ല, പള്ളിപ്പോക്കില്ല, ഒന്നുമില്ല. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ശക്തി കൂട്ടണം. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവില് നമ്മൾ ഈശോയെ സ്തുതിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ, സ്തുതിച്ച് ആരാധിക്കുമ്പോൾ സാത്താന്റെ തലയില് ശക്തികൾ വെച്ച് അടിക്കുന്ന പോലെ. അല്ലാണ്ട് നിങ്ങൾ കംഫർട്ടായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒന്നുമില്ല. സഹനങ്ങളിലും പ്രശ്നങ്ങളിലും ജോബിനെ കണ്ടിട്ടില്ലേ, അപ്പം പറയും
എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ മകൻ, എൻ്റെ മകൾ സാത്താന്റെ മുമ്പിൽ കർത്താവിനെ ഭയപ്പെട്ടണം. റെഡിയാണോ? ഇനി ദുഃഖിച്ചിരിക്കോ? എപ്പോഴും സന്തോഷമായിരിക്കുക. നമ്മൾ ചിരിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷമല്ലേ അല്ലെ? ഇപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വൈഫ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. നിങ്ങൾക്ക് സന്തോഷം? പ്രത്യേകിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കരമായി ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഭാര്യയും മക്കളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അല്ലേ അല്ലേ അല്ലേ? കേട്ടില്ലേ? അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരിക്കുക. ഇന്ന് മുതല് ഹാപ്പി ആയിരിക്കുക. വിഷമം ദുഃഖമൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നും പറ്റിയ ഭാഷമിക്കാറാണ്. ഞാൻ സ്തുതിക്കുക, ആരാധന, വചനം പറയാം, അതിന്ന് ചാടി പുറത്തു വരാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പിന്നീട് നമ്മൾ കാണുന്ന അങ്ങനെ ഭൂതമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈശോ ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കും. ഇത് കണ്ടപ്പോൾ ഒരു ഷായി. അപ്പൊ പത്രോസ് എന്താ പറയുന്നത്? കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞു വരും. അപ്പൊ തന്നെ പിന്നെ കാണുന്ന സീൻ അല്ലേ? പത്രോസ് എന്ത് ചെയ്തു? വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ ഈശോയെ നോക്കി ഈശോയുടെ അരികിലേക്ക് നടക്കുക. പെട്ടെന്ന് എന്താ സംഭവിക്കുക? അവന്റെ നോട്ടം മാറും. അവന്റെ നോട്ടം ഈശോയിൽ നിന്ന് മാറി. അതുവരെ അവനെ ഭയപ്പെടുത്തിയിരുന്നതോ അല്ലെങ്കിൽ അവനെ ആകുലപ്പെടുത്തിയിരുന്ന അവന്റെ പ്രതികൂലത്തിലേക്ക് അവൻ നോക്കി. എന്തിലേക്ക്? കാറ്റിൽ അല്ലെങ്കിൽ തിരമാലകൾ. അവന്റെ നോട്ടം മാറിയപ്പോൾ എന്ന് സംഭവിച്ചേ അവൻ അപ്പൊ അവൻ എന്തിനു കാരണം? കർത്താവെ രക്ഷിക്കണേ. അപ്പൊ ആദ്യം തന്നെ കർത്താവ് എന്താ ചെയ്തത്? ഒന്നും പറഞ്ഞില്ല. കർത്താവായി തന്നെ ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത്. ഇന്ന് നമ്മളോട് ചോദിക്കുന്നതാണ്. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെ നിരാശപ്പെട്ട് എവിടെ എത്തും പോയാ എന്താവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ചോദിക്കുന്നത് എന്തിന് സംശയമുണ്ടോ? നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് പ്രശ്നമായിക്കോട്ടെ അതിൽ നിന്നെല്ലാം എടുത്തുയർത്തി നിവർത്തി നിർത്തുവാൻ കർത്താവിന് സാധിക്കും. ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്റെ തമ്പുരാന് സാധിക്കും. അല്ലെ? I can do all things through Jesus Christ who strengthens me. അല്ലെ? എന്റെ കഥയ്ക്ക് എല്ലാം സാധ്യമാണ്. എന്നിലല്ല, എന്റെ കർത്താവിലാണ് എനിക്ക് വിശ്വാസം. വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ? പിന്നീട് കാണുന്ന ഒരു കാര്യമുണ്ട്. അവര് പത്രോസിനെയും പിടിച്ച് ഈശോ വഞ്ചിയിലേക്ക് കയറിയപ്പോൾ എന്താ സംഭവിച്ചേ? കാറ്റ് ശമിച്ചു, ശാന്തമായി. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ നമ്മള് ശാന്തനായിരിക്കും. നമ്മൾ പോരുകയില്ല. പിന്നീട് അവർ പറയുന്നത് എന്താ? അവര് ദൈവത്തെ ആരാധിച്ചു. എന്താ പറഞ്ഞേ? ഇവൻ സത്യമായും ദൈവത്തിനാണ്. പിന്നെ നമ്മുടെ ജീവിതം ഒരു ആരാധനയുടെ ജീവിതമായിരിക്കും. 24/7 നമുക്ക് ആരാധിക്കാൻ പറ്റും. വെറുതെ പറയണ്ടല്ല. നമ്മൾ ഓഫീസിലേക്ക് പോകും എപ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക് ഈശോയായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈശോയായിട്ട് കണക്റ്റഡ് ആണെങ്കിലും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? തിന്മയ്ക്ക് നമ്മൾ തൊടാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഒരു ഇലക്ട്രിസിറ്റി, ഒരു സ്വിച്ച് അവിടെ വയർ ലൈറ്റ് ഓക്കെ സ്വിച്ച് ഇട്ടിട്ടില്ല. ഇത് ഇൻസുലേറ്റഡ് അല്ലാതെ ഓപ്പൺ ആയിട്ടൊക്കെ ഓപ്പൺ വയർ. അതുപോലെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കയറിയിരിക്കോ? ഇരുന്നത് പറ്റിപ്പോ പ്രാണികളൊക്കെ കരിഞ്ഞു പോകും അല്ലേ? പക്ഷെ സ്വിച്ച് ഇട്ടിട്ടില്ല, കണക്ഷൻ ഇല്ല, എന്തും നടക്കും അല്ലേ? ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ സെയിം. ഞാൻ എന്റെ ഈശോയായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഒരു തിന്മയ്ക്കും എന്നെ തൊടാൻ പറ്റില്ല. ഒരു തിന്മയ്ക്കും. നമുക്കൊന്ന് എഴുതി തീർക്കാം. കണ്ണുകളടയ്ക്കാൻ കരങ്ങൾക്കൊപ്പം ഈശോയുടെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് അപരിശുദ്ധനായ മുമ്പിൽ വലിയൊരു പരിശുദ്ധിയോടുകൂടി നിർമ്മലമായ ഹൃദയത്തോടുകൂടി ഈശോയെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈശോ പറയാം, ഈശോയെ എന്നെ കഴുകണം തമ്പുരാനെ.
നിർമ്മലമായ ഹൃദയത്തെ ഈശോയെ കർത്താവെ അങ്ങയോട് കൂടെ നമുക്ക് വാനുള്ള കൃപയ്ക്ക് തരണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ സമയം. കർത്താവിൻ്റെ